4-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നത്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. സ്തോത്രം. വളരെ ചിന്തനീയമായ ഈടുറ്റ ഒരാത്മീയ വെളിപ്പാടടങ്ങിയിരിക്കുന്ന ഒരു വചനഭാഗം ധ്യാനിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് കൃപ തരുന്നത്. ഈ ഭൂമിയിൽ ഉള്ളതിനേക്കാളും ഉപരി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രത്യാശയുടെ വചന വെളിപ്പാടാണ് ഇന്ന് പകൽ ധ്യാനിക്കുവാൻ പോകുന്നത്. ചേർന്നൊരാമയും പറഞ്ഞേ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് 2 ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. 1-ാം ലേഖനം, 2-ാം ലേഖനം. 1-ാം ലേഖനം താൻ എഴുതുമ്പോൾ താൻ പ്രധാനപ്പെട്ട എഴുതാനുള്ള കാരണം അവിടുത്തെ വിശ്വാസികൾ എന്ന് പറയുന്നത് പുതിയ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ജാതീയമാകുന്ന ആരാധനയിൽ നിലകൊണ്ട വിശ്വാസികൾ തന്റെ സുവിശേഷ പ്രവർത്തനത്താൽ, തന്റെ മിഷണറി പ്രവർത്തനത്താൽ, തന്റെ അപ്പോസ്തലിക അധികാരത്താൽ താൻ നേടിയെടുത്ത പുതിയ വിശ്വാസി. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പുതിയ വിശ്വാസികളായിരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ സംശയങ്ങളും ഭാരങ്ങളും ഒരു വിഷയത്തിന്റെ മുഖത്ത് വന്നപ്പോൾ അവരെ പറഞ്ഞു ബലപ്പെടുത്തുവാനും സത്യം ബോധ്യപ്പെടുത്തുവാനും അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുവാനും അവരെ ആത്മീയ രംഗത്ത് പ്രോത്സാഹിപ്പിക്കാനും താൻ എഴുതിയ ലേഖനമാണ് പുസ്തകം. പറഞ്ഞ മനസ്സിലായോ? പൗലോസ് ഞാൻ കണ്ടിരിക്കുന്ന വലിയൊരു ക്വാളിറ്റി, പൗലോസ് ഏകദേശം ചരിത്രം പഠിപ്പിക്കുന്നത് 3 ആഴ്ച 4 ആഴ്ച കഷ്ടിച്ച് 1 മാസം പോലും തെസ്സലോനിക്കയിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ തന്റെ ചെറിയ കാലയളവ്, ചെറിയ സമയത്തിന്റെ കാലയളവ് കൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ വലിയ മഹത്വം അവിടെ വെളിപ്പെട്ടു വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനുള്ള നേരം പൗലോസിന് കിട്ടിയില്ല. എന്നാൽ പിന്നീട് താൻ അതൊരു ലേഖനമായി, കത്തായി കൃത്യമായി അവരിൽ എത്തിക്കുകയാണ്. അപ്പോ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിച്ചതിന്റെ വാക്യത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. 4-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ ആ 4-ാം അധ്യായത്തിൽ ഈടുറ്റ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കാൻ പോകുന്നത്. സ്തോത്രം ചെയ്യുന്നു. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾക്കിടയിൽ വലിയ ഒരു ദുഃഖം ഉണ്ടായിരുന്നു. വലിയൊരു ദുഃഖം. സ്തോത്രം ചെയ്യും. എന്തുണ്ടായിരുന്നു? വലിയ ഒരു ദുഃഖം, വലിയ ഒരാശങ്ക, വലിയ ഒരു ആത്മഭാരം തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തോത്രം. ഈ സത്യത്തിൽ നമ്മൾ ദൈവമക്കൾക്കൊക്കെ എത്ര പേർക്ക് ഒരു ആത്മഭാരമുണ്ട്? എത്രയോ ആത്മഭാരം ഏതൊക്കെ വിഷയത്തിനകത്തുണ്ട്. തെസ്സലോനിക്ക സഭയിലെ ദൈവജനത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ ദുഃഖമുണ്ടായിരുന്നു, വലിയ ഭാരമുണ്ടായിരുന്നു. സ്തോത്രം. കാരണം അവർ കർത്താവിന്റെ വരവിനു വേണ്ടി അത്രമാത്രം
പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ്. നിങ്ങളുടെ ഗോത്രമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് തെസ്സലോനിക്ക സഭയെ കുറിച്ചെങ്കിലും പഠിച്ചിട്ട് ഇല്ലാത്ത പ്രത്യാശ വരട്ടെ എന്ന് കരുതിയ ഇത് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തിലെ ആശങ്ക, അവരുടെ ഹൃദയത്തിലെ ആത്മഭാരം വരാനുള്ള കാരണം അവരേറ്റവും അധികം പ്രത്യാശ വെച്ചത് ഈ ലോകത്തിലെ ഒന്നിനുമല്ല. അവരേറ്റവും അധികം പ്രത്യാശ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിച്ചത് ഈ ലോകത്തിലെ ഒന്നുമല്ല. അവരുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ വരവായിരുന്നു. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുക, ഈ ലോകത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രധാനപ്പെട്ട കാര്യം ഹല്ലേലൂയ അരുമനാഥന്റെ വരവ്. സ്തോത്രം. അരുമനാഥന്റെ വരവ്. ഈ അരുമനാഥിന്റെ വരവിൽ ഹല്ലേലൂയ സ്തോത്രം ആശങ്കപ്പെടണമെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. അരുമനാഥന്റെ വരവിൽ പ്രത്യാശയോടെ ഒരുക്കപ്പെടണം. പക്ഷെങ്കിൽ ഇവരുടെ ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഇവരോടൊപ്പം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നതും, ഇവരോടൊപ്പം കർത്താവിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇവരുടെ പല പ്രിയപ്പെട്ടവരും മരിച്ചുപോയി. സ്തോത്രം. പല പ്രിയപ്പെട്ടവരും മരിച്ചുപോയി. പല പ്രിയപ്പെട്ടവരും മരിച്ചു പോയ ആ ഒരു സംഭവം ഇവരുടെ ഹൃദയത്തിന്റെ അകത്ത് വലിയ ആശങ്ക ഉണ്ടാക്കി. ഇവരുടെ ആശങ്ക ഇതാണ്: കർത്താവിന്റെ വരവിൽ വെളിപ്പെടുന്ന സന്തോഷത്തിൽ, കർത്താവിന്റെ വരവിൽ വെളിപ്പെടുന്ന ആ ആഘോഷ ദിനത്തിൽ, കർത്താവിന്റെ വരവിൽ വെളിപ്പെടുന്ന ആ അനുഗ്രഹ നിമിഷത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പോൾ മരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ലഭിക്കപ്പെടുമോ? മരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് പ്രാപിക്കുവാൻ കഴിയുമോ? മരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ആശങ്കയാണ് അവരെ ഭാരപ്പെടുത്തുന്നത്. ഈ ആശങ്ക ഒരു ദുഃഖമായി മാറി. സ്തോത്രം. ഈ ആശങ്ക ഒരു ദുഃഖമായി മാറി. അവരിലെല്ലാം ദുഃഖമായി മാറിയ ആശങ്ക അവരുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ആശങ്ക വന്നാൽ ഭാരം വരും, ഭാരം വന്നാൽ ദുഃഖം വരും, ദുഃഖം വന്നാൽ അത് ആത്മീയ മണ്ഡലത്തെ ബാധിക്കും. ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇവരുടെ ഹൃദയത്തിൽ ആശങ്ക വന്നു, ദുഃഖം വന്നു, ആത്മഭാരം വന്നപ്പോൾ ഇവരുടെ ഹൃദയത്തിലെ ആ നിരാശയും വേദനയും അറിവില്ലായ്മയും മനസ്സിലാക്കിയ പൗലോസ് ഹല്ലേലൂയ അവർക്ക് കൃത്യമായ ആലോചന കൈമാറുന്ന ദൂതുകളാണ് ആ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഞാൻ ആ വിഷയത്തെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാം. മരണാന്തര ജീവിതത്തെ കുറിച്ചുള്ള ഇവരുടെ അജ്ഞത മറച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്ന് വെച്ചാൽ മരണാന്തര ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇവർക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു കണ്ണിലേക്ക് ഒരു ഇരുട്ട് വന്ന് കേറുന്നതിന് സമമായി മരണാന്തര ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും വെളിപ്പാടും ഇവർക്കില്ല. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവർക്കില്ല.
പ്രിയപ്പെട്ടവരെ, ഇവരുടെ കണ്ണിന് മറഞ്ഞുകിടക്കുന്ന മരണാന്തര ജീവിതത്തിന്റെ വെളിപ്പാട് ഇവർക്ക് അപ്പോസ്തലൻ ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ. അതാദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വരാം. ഹല്ലേലൂയ. ആ വാക്യത്തിൽ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഈ വചനങ്ങൾ. ഏത് വചനങ്ങൾ? 2, ആശ്വസിപ്പിക്കുന്നു. എങ്ങനെ? ഇത് 2 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് മരണാന്തര ജീവിതത്തെ കുറിച്ചുള്ള ഇവരുടെ ഹല്ലേലൂയ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. വാക്യങ്ങളൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട് ഞാനത് വ്യാഖ്യാനിച്ചു വിടുക. ഒന്നാമത്തെ കാര്യം, പൗലോസ് പറയുന്നു, മരണം അവസാനമല്ല. ചേർന്ന് എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ദൈവമക്കൾ ആമേൻ പറയണം. ദൈവമക്കൾ പറഞ്ഞില്ലേ പിന്നെ ആര് പറയും? ഒരു ജാതികനോട് ചെന്ന് മരണം അവസാനമല്ലെന്ന് പറഞ്ഞാൽ അവൻ ആമേൻ പറയത്തില്ല. അവൻ നമുക്ക് വട്ടാണെന്ന് അല്ലേ? അല്ലെങ്കിൽ മരണം അവസാനമല്ലെന്ന് ദൈവത്തെ അറിയാത്ത ഒരു ജാതികനോട് ചെന്ന് പറഞ്ഞാൽ അവൻ പറയും നിനക്ക് വട്ടാന്ന് പറയും. പക്ഷെങ്കിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ആമേൻ പറയാൻ മറക്കരുത്. പ്രത്യാശയുള്ള ദൈവമക്കൾ ആമേൻ പറയാൻ മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ മുഴുസ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിത വിശുദ്ധിയും വേർപാട് കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കൾ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അത് നിദ്രയാണ്, ഉറക്കമാണ്, അത് അവസാനമല്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ജാതിയം വട്ടാണെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ അറിയുന്നവർ ആമേൻ പറയണം. സ്തോത്രം. അത്രയും സമയം തെസ്സലോനിക്കയിലെ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് മരണം അവസാനമാണ്. മരണം അവസാനമാണ്. എന്നെ ശ്രദ്ധിച്ചിരുന്നേ? മരണം അവസാനമാണ്. സ്തോത്രം. മരണം എന്താ? അവസാനമാണ്. മരിച്ചുപോയവർ അതോടെ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് ആദ്യം അവരുടെ കണ്ണിനെ തുറക്കാൻ പറഞ്ഞ ഒന്നാമത്തെ വെളിപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം. മരണം എന്ന് പറയുന്നത് അവസാനമല്ല. ഒരു പ്രധാനപ്പെട്ട ദൂത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അവസാനം പറയാം. ആ ദൂതാണ് ഇന്ന് പകലത്തെ വിടുതൽ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അതിനു മുമ്പ് വചനം പഠിക്കും. സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മരണം അവസാനമാണെന്ന് ചിന്തിച്ചിരുന്ന സഭയ്ക്കകത്തേക്കൊരു പുതിയ വെളിപ്പാട്. മരണം അവസാനമല്ല, മരണം ഉറക്കമാണ്. ചേർന്നത്ര പേര് ആമേൻ പറയും. ചേർന്നത്ര പേര് ആമേൻ പറയും. ഹല്ലേലൂയ. അവരോട് പറയാ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു, അത് അവസാനമാണ്, ഇനിയും അവരെ കാണാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരണാന്തര കാഴ്ചപ്പാടിനെ മറച്ചുവെച്ച വാതിലിനെ തുറന്നു തരുവാൻ ഞാൻ ഒന്നാമത് കൈമാറുന്ന വെളിപ്പാട്, മരണം പ്രാർത്ഥിക്കുന്നവന്റെ അവസാനമല്ല. മരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ അവസാനമല്ല. മരണം ദൈവത്തെ ആരാധിക്കുന്നവന്റെ അവസാനമല്ല. മരണം രക്ഷിക്കപ്പെട്ടവന്റെ അവസാനമല്ല. മരണം സ്നാനപ്പെട്ടവന്റെ അവസാനമല്ല. മരണം ആത്മാവിനെ പ്രാപിച്ചവന്റെ അവസാനമല്ല. മരണം ദൈവത്തെ ആരാധിക്കുന്നവന്റെ അവസാനമല്ല. മരണം സ്തോത്രം.
നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണത്തിലേക്ക്, അവസാനത്തിലേക്ക് പോയെന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്നു എന്ന് നിങ്ങൾ അറിയുവിൻ. ഒരു രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ പകൽ രാവിലെ ചെന്ന് മോനെ, മോളെ, അച്ഛ, ഹല്ലേലൂയ സഹോദരി എന്ന് പറഞ്ഞ് തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെയാണ് മരണം. എല്ലാരും പേടിച്ചിരിക്കുകയാണോ? സ്തോത്രം. പ്രത്യാശയുടെ വചനമാണ്. ആമേൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ആലപ്പുഴ, എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്, ആലപ്പുഴയിൽ മീറ്റിംഗ് പോയപ്പോ ഞങ്ങളുടെ 3 സഹോദരന്മാർ തിരിച്ചു വന്നപ്പോ ഞാനും എന്റെ തൊട്ടിപ്പുറത്ത്, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന തൊട്ടിപ്പുറത്തൊരു സഹോദരൻ, പുറകിലൊരു സഹോദരൻ ഇരിപ്പുണ്ട്. അവൻ സ്തോത്ര കീബോർഡിസ്റ്റ് ആണ്, കൺവെൻഷനൊക്കെ കീബോർഡ് വായിക്കുന്ന സഹോദരൻ. ഹല്ലേലൂയ. അവൻ പുറകിൽ, അവന് ഇതെല്ലാം വായിക്കാം. അന്ന് അവന്റെ മേൽ ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു, ഭയത്തിൽ പൈശാചിക ശക്തി അതുള്ള സമയത്ത്. പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെ പേടിയൊന്നുമില്ല, ദൈവം അവനെ വിടുവിച്ചു. അപ്പം പുറകിരുന്നപ്പോ ഞാൻ ഈ കാറയിൽ പാട്ടിട്ടിരിക്കുക, കാറെ പാട്ടിട്ട് ഓരോ പാട്ട് മാറി 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 വന്നപ്പോൾ അടുത്ത പാട്ട് വന്നത് സമയമാം രഥത്തിൽ എന്ന് പറയുന്ന. അപ്പം സമയമാം രഥത്തിൽ എന്ന് പറയുന്ന പാട്ട് ഇട്ടപ്പം പുറകിലത്തെ സീറ്റ് ചാരി ഇരുന്നവൻ ഞങ്ങളോട് ചേർന്നിരുന്നു. ഫ്രണ്ടിലോട്ടും ചാരി ഇരുന്നേ ഫ്രണ്ടിലോട്ട് വന്ന് ചേർന്നിരുന്നിട്ട് എന്നെ തോണ്ടിയിട്ട് പറയാം, പാസ്റ്ററെ നെക്സ്റ്റ് അടിക്കാൻ. ഞാൻ ചോദിച്ചു, എന്തോ നെക്സ്റ്റ്? ആ പാട്ട് നെക്സ്റ്റ് അടിക്കാൻ. ഞാൻ ചോദിച്ചു, അതിനടാ നല്ല പ്രത്യാശയുള്ള പാട്ടല്ലേ? പാസ്ന്ന് അങ്ങനെ പറയാം. നിങ്ങളുടെ ഫ്രണ്ടിൽ 2 പേരുണ്ട്, ഞാൻ പുറകിൽ ഒറ്റയ്ക്കാ, ഞാൻ പുറകിൽ ഒറ്റയ്ക്കായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അന്ന് അവന്റെ മേൽ ഒരു പൈശാചിക പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മരണത്തിന് പോയി ഈ പാട്ട് കീബോർഡിൽ വായിക്കുന്നവനെ ഇപ്പൊ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ, ഇത് പ്രത്യാശയുടെ വചനമാണ്. ഇതിനെ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ട. ചേർന്നൊരു ആമേൻ പറഞ്ഞാൽ. അപ്പൊ പൗലോസ് അവർക്ക് ഒന്നാമത് വെളിപ്പെടുത്തി കൊടുക്കുന്ന വെളിപ്പാട് മരണം അവസാനമല്ല, മരണം നിദ്രയാണ്, മരണം ഉറക്കമാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞു. പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ വിലപിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടിട്ട് നസ്രയനാകുന്ന യേശു ക്രിസ്തു വിലപിക്കുന്നവരോട് പുറത്തു പോകാൻ പറഞ്ഞിട്ട് താന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാര് യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂടെ കൂട്ടി ആ ഹല്ലേലൂയ അവളുടെ അപ്പനെയും അമ്മയും കൂടെ ഹല്ലേലൂയ അകത്ത് പിടിച്ച് അവരകത്ത് കയറി നിൽക്കുന്ന സമയം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഹല്ലേലൂയ പള്ളിപ്രമാണി കണ്ടത്, യേശു കണ്ടതുപോലെ തന്നെ പള്ളിപ്രമാണി കണ്ടത് വിലപിക്കുന്ന ഒരു കൂട്ടം. വിലപിക്കുന്ന ഒരു കൂട്ടത്തിന്റെ കാഴ്ചയാണ് ആ മനുഷ്യൻ കാണുന്നത്. അവന്റെ കാതിൽ കേട്ടത്, നീ ഗുരുവിനെ ഇനി അസംഖ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പള്ളിപ്രമാണി അങ്ങോട്ട് വരുമ്പോ കാണുന്നതും ആ രംഗമായി. എന്താ? ഹല്ലേലൂയ, വലിയൊരു കൂട്ടം വിലപിക്കുന്നു. സ്തോത്രം. കർത്താവ് ഇതിനെയെല്ലാം പുറത്തു കളഞ്ഞെങ്കിലും പള്ളിപ്രമാണി അകത്തോട്ട് കയറുമ്പോഴും അവന്റെ കാതിൽ കേൾക്കുന്ന ശബ്ദം, നിന്റെ കുഞ്ഞു മരിച്ചു. അവന്റെ കണ്ണിൽ കാണുന്ന ചിത്രം, കണ്ണുനീരുന്ന ഒരു കൂട്ടം. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അകത്തോട്ട് കയറുമ്പോഴും ഈ ഒരു കേൾവിയും ഈ ഒരു ചിത്രവുമാണ് അവന്റെ ജീവിതത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വെളിപ്പാട്, ഭയപ്പെടേണ്ട, കരയേണ്ട, കുഞ്ഞുറങ്ങുകയാത്രേ. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? അവന്റെ കാതിൽ കേട്ട ശബ്ദം, നിന്റെ കുഞ്ഞ് മരിച്ചു. അവന്റെ കണ്ണിൽ കണ്ട ചിത്രം, വിലപിക്കുന്ന ചിത്രം. ശ്രദ്ധിച്ച്, അവനെ സ്വാധീനിച്ചിരിക്കുന്ന സ്വാധീനത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മരണത്തിന്റെ സ്വാധീനത. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാരും എന്നെ നോക്കി.
സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ സ്വാധീനിക്കുന്നത് മരിച്ചു പോയെന്നുള്ള സ്വാധീനത തന്നെയാ. പക്ഷെങ്കിൽ കർത്താവിന്റെ വെളിപ്പാട് നിങ്ങൾ കണ്ടോണം. യായിറോസേ, നീ കേൾക്കാത്തതും നിന്റെ കണ്ണ് കാണാത്തതും നിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതും നിന്റെ ഹൃദയ വിചാരങ്ങളുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതുമാകുന്ന ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. നിന്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ മറ്റുള്ളവരുടെ കണ്ണിൽ മരിച്ച കുഞ്ഞ് ക്രിസ്തുവിന്റെ കണ്ണിൽ ഉറങ്ങുകയാണ്. നസ്രയനാകുന്ന യേശു പറയുന്നു, അവളെ ഹല്ലേലൂയ തബീത കുമി എന്ന് വിളിച്ചപ്പോൾ അവൾ ആ കിടക്ക വിട്ട് എഴുന്നേറ്റു വന്ന വിശുദ്ധ ബൈബിളിൽ ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പൗലോസ് പറയുന്നു, മരണം അവസാനമല്ല, മരണം അവസാനമല്ല, മരണം ഉറക്കമാണ്. രണ്ടാമത് അവരോട് പറയുന്ന വെളിപ്പാട് ഉയർത്തെഴുന്നേൽപ്പിന്റെ മുൻഗണനയാണ്. രണ്ടാമത്തെ കാര്യം, ഒന്ന് മരണം നിദ്രയാണ്, രണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ മുൻഗണനയാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ മരിച്ചവരെ ഓർത്ത് ഭാരപ്പെടരുത്, നിങ്ങൾ മരിച്ചവരെ ഓർത്ത് ആശങ്കപ്പെടരുത്. കാരണം കർത്താവിന്റെ വരവിൽ നിങ്ങളുടെ ചിന്ത എന്താ? അവർക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റും, ഇതല്ല നിങ്ങളുടെ ചിന്ത. പക്ഷേ പൗലോസ് രണ്ടാമത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന വെളിപ്പാട്, ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ നിങ്ങളെക്കാളിലും മുൻഗണന മരിച്ച അവർക്കാണ്. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? പൗലോസ് പറയുന്നു, നിങ്ങൾ അവരെ ഓർത്ത് ഭാരപ്പെടരുത്. ജീവിച്ചിരിക്കുന്ന നിങ്ങൾ അവരെ ഓർത്ത് ദുഃഖിക്കരുത്. നിങ്ങൾ അവരെ ഓർത്ത് വിഷമിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം സംഭവിക്കരുത്. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. പൗലോസ് പറയുന്നു, ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ എത്ര പേര് പറയും? പ്രത്യാശയുള്ള ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസ് വ്യക്തമായി അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടും, നിങ്ങളൊന്നും കൊണ്ട് ഭാരപ്പെടണ്ട. നിങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർ ക്രിസ്തുവിൽ ആദ്യം ഉയർക്കും. ഓ കൃപ. മൂന്നാമത്തെ വെളിപ്പാട്, സ്തോത്ര, ഹല്ലേലൂയ, അവർക്ക് പൗലോസ് പറയാം, അപ്പൊ രണ്ടാമത്തെ വെളിപ്പാട് മനസ്സിലായല്ലോ, അവരാണ് ആദ്യം ഉയർക്കുന്നത്. അതുകൊണ്ട് അവരുടെ മരണം ഒരിക്കലും നഷ്ടമാവത്തില്ല. മൂന്നാമത്തെ വെളിപ്പാട്, മേഘങ്ങളിലെ കൂടിക്കാഴ്ച. പൗലോസ് പറയാണ്, ഈ മരിച്ചവർ ആ മരണം കൊണ്ട് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നിങ്ങളുടെ ചിന്ത എന്താ? മരണാവസാനം അല്ല. മേഘങ്ങളിൽ മരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണും. ഒരാമേനെ പറയൂ, മരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണും. അതുകൊണ്ടാ മരണം വീട്ടിൽ ചെല്ലുമ്പോ നമ്മൾ പറയുന്നു, ആകെയുള്ള ഒരു പ്രത്യാശ വീണ്ടും. അത് പറയുന്നതിന്റെ കാര്യം ഇതാ, അവർക്ക് മൂന്നാമത് വെളിപ്പാട് പൗലോസ് കൊടുക്കുകയാണ്. മരിച്ച പ്രിയപ്പെട്ടവരെ മേഘങ്ങളിൽ, മരിച്ച ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ടവരെ മേഘങ്ങളിൽ, കർത്താവിന്റെ വരവിൽ പ്രത്യാശയോടെ ജീവിച്ചു മരിച്ച പ്രിയപ്പെട്ടവരെ മേഘങ്ങളിൽ ഒരുമിച്ച് കാണുന്നൊരു സമയം വരുന്നു. അവരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു. ഈ മൂന്ന് വെളിപ്പാട് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് പൗലോസ് പറഞ്ഞത് ഈ വചനങ്ങളാൽ. മനസ്സിലായോ? ഞാൻ അതിലേക്ക് വരാനായി ഇത് പറഞ്ഞത്. സ്തോത്രം. എടുത്ത വാക്യത്തോട് കൂറു പുലർത്തണമല്ലോ. അപ്പോ ഈ മൂന്ന് വെളിപ്പാട് അവർക്ക് കൊടുത്തതിന് ശേഷം പൗലോസ് പറയുന്നു, ഈ വചനത്താൽ, സ്തോത്രം,
ആ വചനത്തിലൂടെ പൗലോസ് ഉദ്ധരിച്ച ഒന്നാമത്തെ കാര്യം പഠിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നു, യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ള സത്യവചനം. ഒരാമേൻ എത്ര പേര് പറയും? പൗലോസ് പറയുന്നത്, ഈ വചനങ്ങളാൽ നമ്മൾ ആ വായിച്ച ഭാഗം പറയുമ്പോൾ തന്നെ പൗലോസ് അതിനെ വ്യാഖ്യാനിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു മരിച്ചെന്നും അവിടെ കൊണ്ട് തീർന്നില്ല. ആ മരിച്ച കർത്താവ് മരണത്തെ ജയിച്ച് എഴുന്നേറ്റെന്നുമുള്ള സത്യവചനം. അതാ ഒന്നാമത്തെ കാര്യം. നമ്മുടെ പ്രാണനാഥൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റിരിക്കുന്നു. പ്രത്യാശയുള്ളവർ ഒരു ആമേൻ ചേർന്ന് പറഞ്ഞേ. ഞാൻ ഈ ക്രിസ്തുവിനെ വിശ്വസിക്കാനും ഞാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കാനും നിങ്ങൾ ഈ ക്രിസ്തുവിനെ വിശ്വസിക്കാനും നിങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കാനും ആരാധിക്കാനുമുള്ള കാരണം ഒന്നേ ഉള്ളൂ. മറ്റു ദൈവങ്ങളുടെ പുറകെ ഞങ്ങൾ പോകാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും മരിച്ചു, പക്ഷെ ഞങ്ങൾ യേശുവിനെ ഉയർത്താനുള്ള കാരണം, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കാനുള്ള കാരണം, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കാനുള്ള കാരണം, ഞങ്ങൾ യേശുവിന്റെ വചനത്തെ ഏറ്റെടുക്കാനുള്ള കാരണം, ഞങ്ങളുടെ കർത്താവ് മരിച്ചവൻ മാത്രമല്ല, അവൻ മരിച്ചെഴുന്നേറ്റവൻ കൂടിയായതുകൊണ്ട്, അവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ കൂടിയായതുകൊണ്ട് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മരിച്ച വിശ്വാസികളെ ദൈവം ക്രിസ്തുവിനോടൊപ്പം ചേർക്കും. ഒരാമേൻ എത്ര പേര് പറയും? ഈ വചനത്താൽ, ഏത് വചനത്താൽ? നിങ്ങൾ കേട്ടോണം, മരിച്ച വിശ്വാസികളെ ക്രിസ്തുവിനോടൊപ്പം ചേർക്കും. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. ഒരുവൻ മരിച്ചാൽ സിനിമ സീരിയലിൽ കാണുന്നത് പോലെ പ്രേതമായിട്ടൊന്നും ഇവിടെ കിടന്ന് എന്ത് ചെയ്യത്തില്ല, അലയത്തില്ല. അലയോ? അലയത്തില്ല. അല്ലെങ്കിൽ രാത്രി പൂച്ച ചാടുമ്പോ അല്ലെങ്കിൽ ഈ അച്ഛാൻ വന്ന് അമ്മാമ വന്നതൊന്നും പറയരുത്. അതൊന്നും അല്ല കാര്യം. സ്തോത്ര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിൽ മറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. മറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ആത്മാവിന് വേണ്ടി ഈ ഭൂമിയിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവ്, ഹല്ലേലൂയ, ഒരുവൻ മരിച്ചവന്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവ് എവിടെ നിന്ന് വന്നോ അവനിലേക്ക് തന്നെ അത് മടങ്ങിപ്പോകും. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞു, ഈ വചനത്താൽ. ഏത് വചനം? ഏത് വചനം? ഹല്ലേലൂയ. ദൈവം മരിച്ചവരെ ക്രിസ്തുവിനോടൊപ്പമാക്കും. ഒരാമേൻ ചേർന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പ്രത്യാശ ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് മരിച്ചാൽ, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് മരിച്ചാൽ ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിൽ മറയുകയാണ് ചെയ്യുന്നത്. ഒരാമേൻ എത്ര പേര് പറയും? ഇതുപോലെ പ്രത്യാശയുള്ള ജീവിതം വേറെ എന്തുള്ളൂ? ഹല്ലേലൂയ. മൂന്നാമത് പറയുന്നത്, സ്തോത്രം, നാം എന്നേക്കുമായി കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കും. ഹല്ലേലൂയ. കണ്ടോ? മൂന്നാമത് ഈ വചനത്താൽ. ഏത് വചനത്താൽ? കർത്താവുമായിട്ട് ഒരു നിത്യമായ വാസം. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളൊരു നല്ല ഹല്ലേലൂയ പറയുന്നത് ഞാൻ ഓർക്കും. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെ പ്രിയപ്പെട്ടവരെ, അതിനെ ഒന്ന് ആത്മാവി കാണാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാ, ഈ വചനത്താൽ. ഏത് വചനത്താൽ? ഹല്ലേലൂയ. മരിച്ചവരും ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെടുന്ന നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുതിയ നിയമ സഭ, ദൈവത്തോട് നിത്യമായി ജീവിക്കുന്ന ഒരു പ്രത്യാശയുടെ വെളിപ്പാടിന്റെ വചനം. ഒരു പ്രത്യാശയുടെ വെളിപ്പാടിന്റെ വചനം. അല്ലെങ്കിൽ ഈ വചനമാണ് നിങ്ങൾക്ക് ആശ്വാസം. ഈ വചനമാണ് നിങ്ങൾക്ക് ആശ്വാസം.
ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? രോഗം വരാം, കഷ്ടം വരാം, പീഡനകൾ വരാം, വെല്ലുവിളികൾ വരാം, പോരാട്ടങ്ങൾ വരാം. പക്ഷെ നിങ്ങൾ പറയണം, ഇതിലൊന്നും ഞങ്ങള് പതറത്തില്ല, ഇതിലൊന്നും ഞങ്ങളെ തളർത്താൻ പറ്റത്തില്ല, ഇതിലൊന്നും ഞങ്ങളെ ഉടയ്ക്കാൻ പറ്റത്തില്ല, ഇതിനകത്തൊന്നും ഞങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് പ്രത്യാശയുടെ ഒരു വചനത്തിന്റെ വെളിപ്പാടകത്തുണ്ട്. എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിച്ചാലും, എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിച്ചാലും, ഞങ്ങളുടെ ദൈവമായിട്ട് നിത്യമായി കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലം ഞങ്ങൾക്കുണ്ട്, ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഞങ്ങൾക്കുണ്ട്. പൗലോസ് പറയുന്നു, ഈ വചനത്താൽ. മനസ്സിലായോ നിങ്ങൾക്ക്? മരണം ഒരവസാനമല്ല. ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ മുൻഗണന ക്രിസ്തുവിൽ മരിച്ചവർക്ക് അവരെ നമ്മൾ മുഖാമുഖം കാണും. യേശു ക്രിസ്തു മരിച്ചെന്നും അവനെ ദൈവം ഉയർപ്പിച്ചെന്നുമുള്ള സത്യം ചേർന്ന് രാമൻ പറഞ്ഞു. ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരെ കൂടെ ആക്കുമെന്നുള്ള സത്യം തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നേക്കുമായി ക്രിസ്തുവിനോട് കൂടെ ഒരു നിത്യവാസ കാലമുണ്ടെന്നുള്ള സത്യം ഇത്രയും പറഞ്ഞിട്ട് പറയാം, ഈ വചനത്താൽ നിങ്ങൾ കടിപിടി കൂടണമെന്നല്ല പറഞ്ഞു. ആണോ? തമ്മിൽ വാദിക്കണമെന്നല്ല പറഞ്ഞു. ദുരുപദേശം പരത്തണമെന്നുമല്ല പറഞ്ഞത്. സഭയുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സമാധാനത്തെ ഇല്ലാതാക്കണമെന്നല്ല പറഞ്ഞത്. ഈ വചനം നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കാൻ എടുത്തുകൊള്ളുവിൻ. രാമൻ പറഞ്ഞു രണ്ട് കാര്യം പൗലോസ് പറഞ്ഞു. ഒന്ന്, പ്രത്യാശയില്ലാത്ത ദുഃഖം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുന്ന ദുഃഖത്തിന്റെ അകത്ത് പ്രത്യാശയില്ല. കൃപ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതായിട്ട് പറയാൻ പറയുന്നു. നിന്റെ ഹൃദയത്തിൽ വഹിക്കുന്ന ചില ദുഃഖങ്ങൾ, യേശുവിന്റെ നാമത്തിൽ വഹിക്കുന്ന ചില ദുഃഖങ്ങൾ, എന്നോട് ദൈവം പറയുന്നു, അത് പ്രത്യാശയില്ലാത്തതാണ്. ഇന്ന് പകലത്തെ ആരാധനയിൽ നീ അതിനെ എടുത്ത് കളഞ്ഞിട്ടേ പോകാം. അതേത് വിഷയവുമായിക്കൊള്ളട്ടെ, എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ചില ദുഃഖങ്ങൾ പേറിയ നീ ഇവിടെ വന്നത്, ചില ദുഃഖങ്ങൾ പേറിയ നീ ഇവിടെ വന്നത്, ചില ദുഃഖങ്ങളുടെ സ്വാധീനം നിന്നെ പിടിച്ചിട്ടുണ്ട്, ചില ദുഃഖങ്ങൾ അനുഭവിച്ചോണ്ട നീ ഇവിടെ വന്നത്. എന്നാൽ കർത്താവ് എന്നോട് പറയുന്നു, ഏത് വിഷയത്തിന്റെ മുഖത്താണെങ്കിലും പ്രത്യാശയില്ലാത്ത ദുഃഖമാണെങ്കിൽ ഇന്ന് പകൽ നീ അതിനെ എടുത്ത് ദൂരെ എറിയണം. പൗലോസ് പറയുക, ജാതികളെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്, ജാതികളെ പോലെ നിങ്ങൾ വേദനിക്കരുത്, ജാതികളെ പോലെ നിങ്ങൾ ഭാരപ്പെടരുത്. സ്തോത്രം. എന്നിട്ട് പറയുക, നിങ്ങൾ കേട്ട ഈ വചനം ഉണ്ടല്ലോ, ഈ വചനം വേർപാടിലും പീഡനങ്ങളിലും നിങ്ങൾ അന്യോന്യം പറഞ്ഞ് ആശ്വസിപ്പിച്ച് അറിയാത്തവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുപ്പി, അറിയാത്തവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുപ്പി. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നു. അതിന് പ്രത്യാശയില്ലാത്ത ചില ദുഃഖങ്ങളെ ഇന്ന് പകൽ നീക്കം ചെയ്യണം. വചന വെളിപ്പാടിലേക്ക് നിന്റെ ഹൃദയം വരണം. നിന്നെ ഉറപ്പിക്കുന്ന വചനം,
നിന്നെ ശക്തിപ്പെടുത്തുന്ന വചനം, നിന്നെ ധൈര്യപ്പെടുത്തുന്ന വചനം. എന്നോട് പത്താ പറയുക, ഇന്ന് പകലത്തെ വചനം ചിലനെ ഉറപ്പിക്കുന്ന വചനമാ, ചിലനെ ധൈര്യപ്പെടുത്തുന്ന വചനമാ. നിന്നെ വേട്ടയാടുന്ന പ്രത്യാശയില്ലാത്ത ചില ദുഃഖത്തിന്റെ സ്വാധീനതകളെ ജയിക്കുന്ന വചനമാണ് ഇന്നത്തെ വചനം. പ്രാർത്ഥിക്കുവാൻ കഴിവുള്ളവർ പ്രാർത്ഥിച്ചോ, നിയോഗിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ചില ദുഃഖങ്ങൾ പേരിയ ഇവിടെ വന്നത്, ചില ദുഃഖങ്ങൾ പേരിയ ഇവിടെ വന്നത്, ചില ദുഃഖങ്ങൾ പേരിയ ഇവിടെ വന്നത്. എന്നാൽ ആ ദുഃഖത്തെ പ്രാർത്ഥിക്കുന്ന, നിന്നെ ഉറപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സ്വാധീനം അർത്ഥമന ധൂരകട വേദി കെട്ടി അന്തരാജന. ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. പൗലോസ് പറയുന്നു മരണാന്തര ജീവിതത്തിന്റെ കാഴ്ചപ്പാടില്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയില്ലാത്ത ദുഃഖമിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനെ ഞെരുക്കിക്കളയുന്ന കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയോടെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുവാൻ നോക്കുന്ന മരണാന്തര പ്രത്യാശയുടെ കാഴ്ചപ്പാടകത്തിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പൗലോസ് പറയുന്നു, ജാതികളെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. എന്നോട് ദൈവം ഇടപെടുക. ദുഃഖം പേറുന്ന പല വിഷയങ്ങൾ നിനക്കും നിന്റെ കുടുംബത്തിനും എതിരെ എഴുന്നേറ്റ് വരും. നിന്റെ ജീവിതത്തെ സ്വാധീനിക്കും. തലമുറയോടുള്ള ബന്ധത്തിൽ, അപ്പനോടുള്ള ബന്ധത്തിൽ, അമ്മയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഫലപ്രദമാകുന്ന ദുഃഖങ്ങൾ കയറി വരും. നിന്റെ പ്രത്യാശയെ ഇല്ലാതാക്കാൻ, നിന്റെ പ്രാർത്ഥനയെ ഇല്ലാതാക്കാൻ, നിന്റെ ആരാധനയെ ഇല്ലാതാക്കാൻ, നിന്റെ ദൈവത്തെ ഇല്ലാതാക്കാൻ. എന്നാൽ നിന്റെ ഫലപ്പെടുത്തുന്ന വചനം, നിന്നെ വിടുവിക്കുന്ന വചനം, നിന്റെ കുടുംബത്തെ സന്തോഷമാക്കുന്ന വചനം, നിന്റെ കുടുംബത്തെ എടുത്തു കളയുന്ന വചനം ഇന്ന് ഒന്നാമത്തെ ഗുരു ഇല്ലാതാക്കുന്ന, നിന്നെ ഇല്ലാതാക്കുന്ന, ഇല്ലാതാക്കുന്ന, നിന്റെ മനസ്സമാധാനത്തെ ഇല്ലാതാക്കുന്ന ചില പ്രത്യാശയില്ലാത്ത പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവാത്മാവ് ദൂതിലേക്ക് കയറുകയാണ്. ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ചാരത്തും ദൂരത്തും ഇരിക്കുന്ന എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജാതികളെ പോലെ ചിന്തിപ്പിക്കുന്ന, ജാതികളെ പോലെ ചിന്തിപ്പിക്കുന്ന ചില ദുഃഖങ്ങൾ ഇന്ന് അഴിയട്ടെ. ജാതികളെ പോലെ ചിന്തിപ്പിക്കുന്ന, ജാതികളെ പോലെ ചിന്തിപ്പിക്കുന്ന ചില ദുഃഖങ്ങൾ ഇന്ന് അഴിയട്ടെ. നിന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനത്തെ കളയുന്ന, നിന്റെ തലമുറയുടെ മനസ്സമാധാനത്തെ കളയുന്ന, നിന്റെ ജീവിതത്തിന്റെ മനസ്സമാധാനത്തെ കളയുന്ന ജാതികളെ പോലെ നിന്നെ പ്രേരിപ്പിക്കുന്ന ശക്തികളെ ഇന്ന് വചനത്തിലൂടെ അഴിക്കണം.
ഭാഷാവനം പ്രാപിച്ചത് മനസ്സമാധാനത്തെ ഇല്ലാതാക്കുന്ന ദുഃഖം, നിന്റെ പ്രാർത്ഥനയെ ഇല്ലാതാക്കുന്ന ദുഃഖം, നിന്റെ ആരാധനയെ ഇല്ലാതാക്കുന്ന ദുഃഖം, ജാതികളെ പോലെ കുട്ടിപ്പിക്കുന്ന ദുഃഖം, ജാതികളെ പോലെ പിറുപിറുക്കുന്ന ദുഃഖം, ജാതികളെ പോലെ വാദിക്കുന്ന ദുഃഖം, ജാതികളെ വലിക്കുന്ന ജാതികളെ ജനത്തെ ആശ്രയിക്കുന്ന അറിയുന്നു. വചനം അടിക്കുന്നു, വചനം അടിക്കുന്നു, ദൈവശക്തി അടിക്കുന്നു. പ്രാർത്ഥിക്ക 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 പ്രാർത്ഥിക്ക. മല പോലെ വരുന്ന പല വിഷയങ്ങളും എരി പോലെ കാണാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നതിൽ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. പ്രാർത്ഥിക്ക പ്രാർത്ഥിക്ക പ്രാർത്ഥിക്ക. വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി വിഷയത്തിന്റെ അകത്ത് പ്രത്യാശ ഇല്ലാതാക്കുന്ന ചില വിഷയത്തിനകത്ത് പ്രത്യാശ ഇല്ലാതാക്കുന്ന ചില ഭക്തരുടെ കാണിക്കുന്നു. മാനസിക കാണിക്കുന്നു, മാനസിക മനസ്സിലുള്ള മനസ്സിൽ വേദനയിടുന്ന ജാതികളെ പോലെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആ വിഷയത്തിന്റെ ദൈവകല്യം ചലികളെ പ്രാർത്ഥിച്ചോ. ദൈവം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ പ്രത്യാശ ഇല്ലാതാക്കുന്നു, നിന്റെ ആരാധന ഇല്ലാതാക്കുന്ന, നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന, ജഡികമായി ചിന്തിക്കാനും ജാതികളെ പോലെ ചിന്തിക്കാനും നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖത്തിന്റെ കണികകളുണ്ടല്ലോ, ആ ദുഃഖത്തിന്റെ സ്വാധീനങ്ങളുണ്ടല്ലോ, പിശാച് കൊണ്ടിടുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇന്നുവരെ ഈ വചനം കൊണ്ടുകയ, ഈ വചനത്തിനെ അടിക്കുക, ദൈവശക്തിയെ അടി ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയണം. ആരാധിച്ചോത്തട് ആരാധിച്ചോത്തട് ആത്മാവിലേറ്റത് ആത്മാവിലേറ്റത്. ചിന്തകളെയോ ദൈവം വെളിപ്പെടുത്തുന്ന ചിന്തകളെ മാറ്റിവിടുന്ന, ചിന്തകളെ മാറ്റിവിടുന്ന, ചിന്തകളെ മാറ്റിവിടുന്ന, ചിന്തകളെ മാറ്റിവിടുന്ന, ചിന്തകളിൽ സ്വാധീനിക്കുന്ന, ചിന്തകളിൽ സ്വാധീനിക്കുന്ന, മൈൻഡിനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്ന ആ പൈശാചിക സ്വാധീനം ഇനി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയണേ. പ്രാർത്ഥിച്ചോ സഭയെ സ്വാധീനിച്ചത് ശരീരത്തെ അല്ല, ശരീരത്തെ അല്ല, അവയവങ്ങളെ അല്ല, അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തെ നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിൽ അടിയവർ വ്യക്തിപരമായ ജീവിതത്തിൽ അടിയവർ 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 ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു, വചനം ചെയ്യുന്നു, ദൈവശക്തി ചെയ്യുന്നു, ദൈവശക്തി ചെയ്യുന്നു, ദൈവശക്തി ചെയ്യുന്നു, ദൈവശക്തി ചെയ്യുന്നു, ദൈവശക്തി ചെയ്യുന്നു, ദൈവശക്തി ചെയ്യുന്നു.
പ്രത്യാശയില്ലാത്ത ദുഃഖങ്ങൾ അടിയണേ. പോലെ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അടിയണേ. ചിന്തിക്കുന്ന കാര്യങ്ങൾ അടിയണേ. പുറകോട്ട് ചിന്തിപ്പിക്കുന്ന പൈസാചികൾ അടിയണേ. പുറകോട്ട് കൊണ്ടുപോകുന്ന പൈസാചികളെ അടിയണേ. തെസ്സലോനിക്ക സഭയെ നിങ്ങളുടെ ശരീരത്തോടല്ല പോരാട്ടം, നിങ്ങളുടെ അവയവങ്ങളോടല്ല പോരാട്ടം, നിങ്ങളുടെ മനസ്സിനോടാ പോരാട്ടം, നിങ്ങളുടെ ദേഹത്തോടല്ല പോരാട്ടം, നിങ്ങളുടെ ദേഹിയോടാ പോരാട്ടം. നിങ്ങളോടല്ല നിങ്ങളുടെ ആത്മമനുഷ്യരുടെ പോരാട്ടം. പ്രാർത്ഥിച്ചേ. ഓ, പ്രത്യാശയെ ഇല്ലാതാക്കുന്ന ഇന്ന് വ്യക്തിപരമായ പ്രത്യാശ, കുടുംബപരമായ പ്രത്യാശ, പ്രത്യാശയെ ഇല്ലാതാക്കുന്ന പൈശാചിക സ്വാധീനം അടിയട്ടെ. വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നഷ്ടമാകും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞ കുടല്, മടുപ്പിക്കുന്ന ആരാധനയെ മടുപ്പിക്കുന്ന ആ സ്വാധീനങ്ങളെ മനസ്സിനെ മടുപ്പിക്കുന്ന പ്രാർത്ഥിച്ചോ. പ്രത്യാശയില്ലാത്ത ദുഃഖം അഴിയുക. പ്രത്യാശയില്ലാത്ത ദുഃഖം അഴിയുന്നു. പ്രത്യാശയില്ലാത്ത ദുഃഖം അഴിയുന്നു. പ്രത്യാശയില്ലാത്ത ദുഃഖമാ. പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പ്രത്യാശയില്ലാത്ത ദുഃഖങ്ങൾ അഴിയട്ടെ. മനസ്സമാധാനത്തെ കളയുന്ന ദുഃഖങ്ങൾ അഴിയട്ടെ. പ്രാർത്ഥിച്ചോ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. മനസ്സമാധാനത്തെ കളയുന്ന മനസ്സമാധാനത്തെ ഇല്ലാതാക്കുന്ന ആ ദുഃഖങ്ങൾ ഇന്നും ഈ വചനം അഴിച്ചു കളയുക. പ്രാർത്ഥിച്ചോ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. എന്റെ ദൈവം വെളിപ്പെടുത്തുക. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളോട് നിങ്ങളുടെ ശരീരത്തോടല്ല പോരാട്ടം. നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ കേട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി, നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചു. ഇന്നവരെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ എടുത്ത് കളഞ്ഞട്ടെ. ദൈവം നിന്നെ പറഞ്ഞയക്കുന്നു. നിന്റെ ഹൃദയത്തിനെ എടുത്തു കളഞ്ഞട്ടെ. ദൈവം നിന്നെ
ജയമെടുത്ത്, ആത്മാവിൽ ജയമെടുത്ത്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്. ഞാൻ അവസാന ദൂതിലേക്ക് വരികയാണ്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ. എല്ലാ കണ്ണുകളും അടച്ച്. ആരും അശ്രദ്ധയായിട്ട് നിൽക്കരുത്. എല്ലാ കണ്ണുകളും അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട്. ഒന്നാമത്തെ ദൂത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെസ്സലോനിക്ക സഭയെ നിങ്ങളുടെ ശരീരത്തോടല്ല പോരാട്ടം. ചില വാക്കുകൾ, ചില പ്രവർത്തികൾ, ചില ഇടപാടുകൾ, ചില ന്യൂസുകൾ, ചില കാഴ്ചകൾ ഒക്കെ പോരാടുന്നത് നിന്റെ ശരീരത്തോടല്ല. ദൈവനോട് പറയുന്നു, നിന്റെ മനസ്സിനോട്, നിന്റെ ഹൃദയത്തോട്. തെസ്സലോനിക്ക സഭയോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരിക്കുന്ന ദുഃഖം, നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്ന ദുഃഖം, അത് മാറ്റുന്ന വചനത്തിന്റെ വെളിപ്പാട്, അത് കളയുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തെ സ്വാധീനിക്കുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്ന, പ്രത്യാശയില്ലാത്ത ചില വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവം അഴിക്കുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പൊതുവിൽ ഒരു ദൂത് പറയുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ മനസ്സുണ്ട്, പ്രാപിച്ചോ. നിന്റെ മനസ്സിന് ചൂട് പിടിച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ദൈവം തണുപ്പിക്കാൻ പോകുന്നെന്ന് ഒരു ദൈവ ശബ്ദം ഇന്ന് പകൽ ഇടപെടുകയാണ്. ദൈവം ഇടപെടുകയാണ്. അതെന്നോടാണെന്ന്, അതെനിക്കുള്ളതാണെന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചു. നീ കേൾക്കുന്ന വാർത്തകൾ, നീ മാനസികമായി അനുഭവിക്കുന്നതൊക്കെ ചൂട് പിടിച്ച വിഷയം. എന്ന കർത്താവിനോട് പറയുന്നു, ദൈവം തണുപ്പിക്കാൻ പോവുക ചില കാര്യങ്ങൾ. ദൈവം ചില വിഷയങ്ങൾ തണുപ്പിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ കോമണായി പറയുന്ന ഒരു ദൈവശബ്ദമാണ്. ചാരത്തും ദൂരത്തും ഇരിക്കുന്നവരോട് പറയുന്ന ഒരു ദൈവശബ്ദമാണ്. ആവശ്യമുള്ളവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ആത്മനിയോഗത്തോടെ പറയുന്നു, നിന്റെ ഹൃദയത്തെയും മനസ്സിനെയും ചൂട് പിടിപ്പിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ, ദൈവം പറയുന്നു, ഞാൻ അതിനെ തണുപ്പിക്കാൻ പോവുകയാണ്. എന്റെ ഞാൻ അവസാനത്തെ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്ക സഭ അവരുടെ ഹൃദയത്തിൽ മരിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള വ്യാകുലത ചിന്തകൾ അവരിൽ വന്നപ്പോൾ അവര് പോലും അറിയാതെ പിടിക്കപ്പെട്ടൊരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? മരണഭീതി. കാരണം മരിച്ചതിന് ശേഷം എന്താണ് അറിയത്തില്ല.
മരിച്ചതിന് ശേഷം ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയത്തില്ല. പൗലോസ് പറയുന്നു, മരണത്തെ നിങ്ങൾ പേടിക്കണ്ട. മരണം അവസാനമല്ല. മരണം അവസാനം. എന്നെ ദൈവം വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട രണ്ട് ദൂതാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഹൃദയത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്ന ദുഃഖത്തിന്റെ അനുഭവം. രണ്ടാമത്തെ ദൂത് മരണഭീതി. മരണഭീതി. പ്രാർത്ഥിച്ചോണ്ട് നിൽക്ക്. ഇന്ന് പകൽ ദൈവം എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പറഞ്ഞു, ചില മരണഭീതി ഞാൻ ഇന്ന് പകൽ അഴിച്ചു കളയും. മരണഭീതി ഞാൻ അഴിച്ചു കളയും. എന്നോട് ദൈവം ഇടപെട്ടു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആ ഭീതി ഉണ്ടല്ലോ, ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ, ദൈവം അതിനെ അഴിക്കാൻ പോകുകയാ. ദൈവം അതിനെ അഴിക്കാൻ പോകുകയാണ്. നീ ഭാരപ്പെടുന്ന ചില മരണഭീതി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എന്റെ കുടുംബത്തിന്റെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എളുപ്പത്തിരിക്കുന്ന ചില മരണഭീതിയുടെ ശക്തികളിൽ സഭയ്ക്കകത്ത് ഇനി വെളിപ്പാട് അഴിഞ്ഞുപോയി. മരണഭീതി അഴിഞ്ഞുപോയി. മരണഭീതി അഴിഞ്ഞുപോയി. മരണാന്തര വെളിപ്പാടിനെ കുറിച്ച് മരണഭീതി അഴിഞ്ഞുപോയി. ഇന്ന് ചിലരെ വ്യാപരിക്കുന്ന കുടുംബങ്ങളെ വ്യാപരിക്കുന്ന ഭീതി അഴിയട്ടെ. അവസാനിക്കണം. മരണഭീതി അഴിയട്ടെ. 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 മരണഭീതി അഴിയട്ടെ. മരണഭീതി അഴിയട്ടെ. ആരാധിച്ച് ജയം പ്രാപിക്കും. ജയം പ്രാപിക്കും. ദൈവം തൊടുക. ദൈവം തൊടുക. ദൈവം തൊടുക. മരണഭീതി അഴിയട്ടെ. മരണഭീതി അഴിയട്ടെ. മരണഭീതി. പ്രാർത്ഥിച്ചേ. 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 മരണഭീതി അഴിയട്ടെ. മരണഭീതി അഴിയട്ടെ. പ്രാർത്ഥിച്ചേ. 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 ദൈവത്തോട് മരണഭീതി അഴിയട്ടെ. പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചേ. മരണഭീതി അഴിയട്ടെ. മരണഭീതി. മരണഭീതി അഴിയട്ടെ. മരണഭീതി അഴിയട്ടെ. മരണഭീതി അഴിയട്ടെ. അഴിയട്ടെ. സ്വർഗ്ഗത്തിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മരണഭീതി അഴിയട്ടെ. അഴിയുക. 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 ഇന്ന് പകൽ അഴിയുന്നു. ഇന്ന് പകൽ അഴിയുന്നു. മരണഭീതി അഴിയുക. മരണഭീതി അഴിയുക. മരണഭീതി അഴിയുക. മരണഭീതി അഴിയുക. മരണഭീതി അഴിയുക. മരണഭീതി അഴിയുക. മരണഭീതിയുടെ കെട്ട് പൊട്ടുക. മരണഭീതിയുടെ കെട്ട് പൊട്ടുക. മരണഭീതിയുടെ കെട്ട് പൊട്ടുന്നു. നസ്രയനാകും യേശുക്രിസ്തുവിന്റെ നാമത്തിലായി മരണഭീതിയുടെ കെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലായി. മരണഭീതിയുടെ കെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുക. അഴിഞ്ഞു പോകുക. ഞാൻ മരിച്ചു പോകുമോ, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു മരണഭീതി നിന്റെ ഭവനത്തിന്റെ അകത്ത് ഉദിക്കുന്നത്, ഒരു മരണം സംഭവിക്കുമോ എന്ന് പറഞ്ഞു നിന്റെ ഭവനത്തിന് മരണഭീതിയുടെ ദൈവം അറിയിക്കുക. മരിക്കുമോ, മരണം നടക്കുമോ, മരണം സംഭവിക്കുമോ, മരണഭീതിയുടെ
മരണ ഭീതിയുടെ ആ കുരുക്കിനെ ഇന്ന് പകൽ ദൈവാത്മാവ് ഒട്ടിച്ചു കളയുക. തലമുറകളെ വരെ സ്വാധീനിച്ച മരണഭീതി ഇന്ന് പകൽ ദൈവാത്മാവ് അടിക്കുമെന്ന് നിന്നോട് ദൂതടപെടുക. ആ വിഷയത്തെ ആ വിഷയത്തോട് പൂർണ്ണ ജയം ദൈവം നിനക്ക് കൈമാറുന്നു. ഒരു മാനസിക ഭാരം അഴിഞ്ഞുപോകുന്നു. മാനസിക ഭാരം അഴിഞ്ഞുപോകുന്നു. മാനസിക ഭാരം അഴിഞ്ഞുപോകുന്നു. പ്രത്യാശയില്ലാത്ത ഒരു ദുഃഖം അടിയുന്നു. പിതാവിന്റെ ശക്തിയോടെ ആത്മനിറവോടെ ജയത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. അഭിഷേകത്തിന്റെ ജയത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ജയത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ജയത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ജയത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. മരണഭീതി അടിയട്ടെ. മരണഭീതി അടിയട്ടെ. മരണഭീതി അടിയട്ടെ. മരണഭീതി അടിയട്ടെ. മരണഭീതി അടിയട്ടെ. മരണഭീതി അടിയട്ടെ. ആരാധിച്ച് ജയമുണ്ട്. മരണഭീതി അടിഞ്ഞ പോകുന്നു. മരണഭീതിയുടെ ശക്തി അല്പനേരം കുടുംബത്തിനടിയ 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 എന്റെ തലമുറകൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാനുള്ള ഭീതി അപ്പൊ അവൻ ഇന്ന് അടിയ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. എന്റെ തലമുറകൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാനുള്ള ഭീതി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. എന്റെ തലമുറകൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാനുള്ള ഭീതി അച്ഛാ ദൈവമാ ദൈവത്തോടുക വിഷയത്തെ ദൈവത്തോടുക വിഷയത്തെ ദൈവത്തോടുക വിഷയത്തെ ദൈവത്തോടുക വിഷയത്തെ എന്തോ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടോ സന്തോഷമാകുന്നു സന്തോഷമാകുന്നു എന്നല്ല ആ ഭീതിയിൽ ദൈവമയ ഇന്ന് പക്കം ഞാൻ അതിനെ തുടരുക. ഞാനതിന്റെ എഴുത്ത് ധാരാളം പ്രാർത്ഥിച്ചേ ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. എല്ലാവരും അല്പനേരം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. മരണഭീതി അഴിയുന്നു. മരണഭീതി അഴിയുന്നു. മരണഭീതി അഴിയുന്നു. മരണഭീതി പ്രാർത്ഥിച്ചെല്ലാവരും